At the very outset, I give all glory and honor to our God. And I am thankful to the Lord for bringing me here to speak from God's infallible word. I count it as a privilege. Praise the Lord. And it is wonderful to be in the presence of the Lord. Amen. Hallelujah. Hallelujah. ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ആരെയും അറിയത്തില്ല. ഒരു പാസ്റ്റേഴ്സിനെയുമായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല. എനിക്ക് പരിചയമുള്ളത് ന്യൂയോർക്കിൽ താമസിക്കുന്ന അവിടെ കർത്താവിൻ്റെ പേര് ചെയ്യുന്ന പാസ്റ്റർ ജേക്കബ് ജോർജ് മൊസഫിനോ അല്ലോ പ്രഭുലി ഫിനി പാസ്റ്റർ. അദ്ദേഹത്തിന് ഒരു ഓൺലൈൻ പ്രയർ ലൈനുണ്ട്. അതിൻ്റെ പേര് എൽഷദായ് പ്രയർ ലൈൻ. ഞാൻ ചില വർഷങ്ങളായിട്ട് അതിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ഐ ഹാവ് ബീൻ ടേക്കിംഗ് ബൈബിൾ ക്ലാസ് ഫോർ the Malayali community here for the last 3 or 4 years. I've been speaking constantly every week. ദൈവം ആ നിലയിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമായിട്ട് പരിചയമായത് എനിക്ക് 3 വർഷങ്ങൾക്ക് മുൻപ് 3-3.5 വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിൽ സാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇതുപോലെ ദൈവം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭോപ്പാലാണ് എൻ്റെ വിദ്യാഭ്യാസം കൂടുതലും ചെയ്തത്. അവിടെ കർത്താവിൻ്റെ വേദിയിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ മിനിസ്ട്രി ഇപ്പോൾ മധ്യപ്രദേശിലും അതുപോലെ UP ഡെപ്സ്കളിലൊക്കെ ഞങ്ങൾക്ക് മിനിസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബ്രദർ പാസ്റ്റർ മിഷണറിയാണ്. അദ്ദേഹം ഭോപ്പാലിൽ ബേസ് ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ചുപേരെ സ്നാനപ്പെടുത്താനായി സാഗറിലേക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ മീറ്റിംഗ് ഒക്കെ ഒരുമിച്ച് അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഭയങ്കര പ്രശ്നമാണ്. RSSകാരും ബജരംഗുകാരൊക്കെ ഭയങ്കര ബലമുണ്ടാക്കി. അതേ തുടർന്ന് ഒരു ദിവസം മുഴുവനും ഒരു രാത്രിയും പകലും ലോക്കപ്പിൽ കഴിയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം എന്നെ എൻ്റെ കൂടെ വേറെ 2 സഹോദരങ്ങളോട് ഉണ്ടായിരുന്നു. ഞങ്ങളെ കോർട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ബെയില് കിട്ടിയില്ല. മതപരിവർത്തനത്തിൻ്റെ കേസ് ഞങ്ങളുടെ മേൽ ചാർജ് ചെയ്തു. അങ്ങനെ സെൻട്രൽ ജയിലിലൊക്കെ കഴിഞ്ഞു. ഞാൻ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാനായി താല്പര്യപ്പെടുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. സോ ഐ ലൈക്ക് ടു സ്പീക്ക് ടു യു ഫ്രം ഗോഡ്സ് വേർഡ്. അപ്പോൾ ഈ ദൈവാസനം കൂട്ടരും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് പരിചയമായത്. ഞാനിവിടെ കടന്നു വരാൻ കാരണമായത് ഒയാസിസ് കാറ്ററിംഗ് സർവീസ് നടത്തുന്ന പ്രിയ പൊന്നിച്ചൻ പാസ്റ്റർ അദ്ദേഹം മുഖേനയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കേരളത്തിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ ദൈവാസനുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഫോണിൽ സംസാരിച്ചുള്ള പരിചയമാണ്. പിന്നെ നാട്ടിൽ 1-2 വട്ടം വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെ വരുവാനുള്ളൊരു ക്രമീകരണം ഒരുക്കി തന്നെ. ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്ന സുവിശേഷം പ്രസംഗിക്കുവാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് സ്തോത്രം. whenever you get time, please pray for India. Hallelujah. സ്തോത്രം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പ്രൈസ്. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും. സ്തോത്രം. whenever you remember, hallelujah, pray for India and the missionaries who are working, laboring for the Lord in the land of India. Praise the Lord. ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം, ദൈവത്തിന് വലിയ കാര്യങ്ങളോടൊക്കെ ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിൽ ഇന്ന് ഹാലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഭാരതത്തിലുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. കേരളത്തിലെ ബൈബിൾ സെമിനാരികളും പലതും നോർത്ത് ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. മലയാളികളാരെ അവിടെ പഠിക്കാനില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന മിഷണറിമാർ, പീപ്പിൾ, അവരാണ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് കേരളത്തിലെ ബൈബിൾ സെമിനാരികളൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, കേരളത്തിൽ ഇന്ന് പലയിടത്തും ഞാൻ താമസിക്കുന്ന പാലപ്പാട്ടാണ്. ഏകദേശം 2-2.5 ലക്ഷം മറ്റ് സംസ്ഥാനക്കാർ, നോർത്ത് ഇന്ത്യൻസ് അവിടെ പായിപ്പാട്ട് തന്നെയാണ്. പായിപ്പാട്ടിൻ്റെ പല ഭാഗത്തായിട്ട് അവിടെ ഹിന്ദി ചർച്ചകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? പായിപ്പാട് കേരളത്തിൻ്റെ പല ഭാഗത്ത് ഹിന്ദി ചർച്ചുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ട് മിഷണറിമാർ കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് പോയി. ഹല്ലേലൂയ. ഇപ്പോൾ എല്ലായിടത്തും പോകാൻ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മളെ തേടി ആൾക്കാർ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷത്തിൽ ചില്ലുവാനും നോൺ മലയാളീസ് ആർ ദേർ ഇൻ കേരള. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അത് ഗവൺമെൻറ് കണക്ക്, അതിനപ്പുറത്ത് ഒത്തിരിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെ സുവിശേഷം കേട്ടിട്ട് വേണമെങ്കിൽ പോകാൻ.
ഇവരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്തോത്രം. ഞങ്ങൾ ചെറിയ തോതിൽ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈസ് അതുപോലെ മധ്യപ്രദേശിലും അയ്യൂപ്പിലൊക്കെ പ്രവർത്തനമുണ്ട്. അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്. ഞങ്ങളെ ഓർക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് വലുത് ചെയ്യുവാനുണ്ട്. പ്രൈസ് ലോർഡ്. And probably through you, I don't know, probably through you, God has something to do. Praise the Lord. Amen. Praise the Lord. It's good to be in the presence of the Lord. And ഞാൻ മാരീഡ് ആണ്. എൻ്റെ മൂത്ത മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്തോത്രം. നിങ്ങളെ കുടുംബമായി ഹാലിൽ പായ്പാടായിരിക്കും. അതോടൊപ്പം അവിടെ ഒരു സെമിനാരി ഉണ്ട്, ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി. അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ IPC-യുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്നു. സ്തോത്രം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി കർത്താവിൻ്റെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് എല്ലാ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നപ്പോഴും, ജയിലിലൊക്കെ കയറേണ്ടി വന്നപ്പോഴും അവിടെയൊക്കെ കർത്താവ് ഉപയോഗിച്ചു. പലരെയും പലരോട് യേശുവിനെ കുറിച്ച് പറയാനും പലരെ കർത്താവിലേക്ക് നയിക്കുവാനും കർത്താവ് സഹായിച്ചു. അപ്പോൾ ഇവിടെ കർത്താവ് ആക്കിയാലും കർത്താവിന് വലിയൊരു പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹി ഹാസ് എ പ്ലാൻ ഫോർ എവരിതിങ്. When you go through problems, when you go through trials, remember behind everything God has a plan. Praise the Lord. What we can't see, God can see. Praise the Lord. We see emptiness, as I said before. We see emptiness, but God sees something there in the emptiness. There's a wonderful way. Hallelujah. And He sees the way in emptiness. He sees a way in problems. He sees a wonderful way for all of us in all our problems. Praise the Lord. That's why Paul says everything works together for good. Those who love God. Praise the Lord. So, പ്രശ്നമായാലും പ്രതികൂലമായാലും എന്തും പ്രൈസ് ദി ലോർഡ് നമുക്ക് അനുകൂലമാക്കി തീർക്കും ദൈവം. ഹല്ലേലൂയ. Because he sees a way in everything. Hallelujah. And He is our God. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാം. Hallelujah. Praise the Lord. I like to read from a scripture that I have taken from 2 Corinthians chapter 12 verse 7, 8 and 9. 2 Corinthians chapter 12 verses 7, 8 and 9. അവനെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എന്നെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം Just a minute. Can somebody read in English also? Because I have English version with me. Can you speak? Little more louder. So now I am glad to boast about my weaknesses, so that the power of Christ will work in me. Amen. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം ഹല്ലേലൂയ ഒരു ശൂലം അനുവദിച്ചു. ആ ശൂലം എന്ന് പറയുമ്പോൾ സാത്താൻ ദൂതനെ തന്നെ എന്ന് പൗലോസ് പറയുന്നു. Then he says, കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുള്ളൂ, മറുപടി. അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം കൊടുത്തത് എൻ്റെ കൃപ നിനക്ക് മതി, ഇത് നിന്റെ ബലഹീനതയിൽ കവിഞ്ഞു വരുന്നു. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയിൽ കവിഞ്ഞു വരുന്നതാണ് ഈ ദൈവത്തിൻ്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. Oh Jesus, we want to thank you, God. Hallelujah. Lord, we thank you for this word. Thank you for the Holy Spirit who is in our midst, who helps us to understand your word. Yes, we thank you the way that you have been speaking to us through your servant. Yes, Lord, this morning we come to you. We come to the throne of grace. Lord, we want to hear your voice. We want to hear the word of God, the powerful word from your God. കർത്താവേ, നിന്റെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങളെ തന്നെ ഇന്ന് കാലം ഏൽപ്പിച്ചതിരിക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കണമേ. ലോർഡ്, ഓപ്പൺ our hearts to receive your word. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കുന്നതിനാണ് സ്തോത്രം.
ദൈവമേ, ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. അടിയനെ കർത്താവ് ഉപയോഗിക്കണം. നിന്റെ ജനത്തെയും അങ്ങ് ഉപയോഗിക്കണം. നിന്റെ വചനം കേൾക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ കർത്താവിന്റെ ജനത്തെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. It's a well familiar passage for all of us, and you might have read it several times. Even you might have heard so many messages based on this passage from several servants of God. I don't know. So you heard so many messages from this passage, and it's a well familiar passage for you. And even we caught often in our prayers, Ninde Kruba Enike Madi. Always we caught, my grace is sufficient for you. Therefore, it is a familiar words for all of us. I like to expose on these words. I like to speak predominantly based on these words. Praise the Lord. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കാം. Praise the Lord. ഇത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖന ഭാഗമാണ്. പൗലോസിന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിച്ചപ്പോൾ തൻ്റെ ജീവിതവും തൻ്റെ കാഴ്ചപ്പാടും തൻ്റെ സ്വഭാവവും തൻ്റെ നിലപാടും എല്ലാം മാറി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിക്കുന്നതിന് മുൻപ് പൗലോസ് ദൈവസഭയെ ഉപദ്രവിക്കുവാനായി ഇറങ്ങി തിരിച്ചവനായിരുന്നു. അതിനുള്ള അധികാര പത്രവും മേടിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, when he encountered Jesus, ആ സമയം മുതൽ തന്റെ ജീവിതം മുഴുവനായി മാറി. Praise the Lord. ഏത് സഭയെ എങ്ങനെ ഉപദ്രവിക്കുവാനായി തിരിച്ചോ ആ സഭയെ പണിയുന്നവനാക്കി കർത്താവ് അവനെ മാറ്റിയെടുത്തു. അതിനാ രൂപാന്തരം എന്ന് പറയുന്നത്. Praise the Lord. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്ന, ഒരുവന് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. എന്നിട്ട് ഈ സുവിശേഷമായി പോകുന്ന ഇടത്തൊക്കെ ഹല്ലേലൂയ ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൊരിന്തിൽ ചെന്ന് ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കൊരിന്തിലെ ആൾക്കാർ പറഞ്ഞു, ഇത് ഫൂളിഷ്നെസ്സാണ്, വെട്ടിത്തമാണ്. ഗ്രീസിൽ ചെന്ന് അത് ഈ ദൈവവചനം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഗ്രീസിലുള്ളവർ പറഞ്ഞു, അവനെ പറഞ്ഞ് കളിയാക്കി, ഞങ്ങൾ ഇത്രയും നാളും അരിസ്റ്റോട്ടലിന്റെയും അത് ഗ്രീക്ക് ഫിലോസഫിയും ഒക്കെ പഠിച്ച് അതിനെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് നീ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഇവിടെ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെറും വെട്ടിത്തമാണെന്ന് പറഞ്ഞ് കളിയാക്കി. തെസ്സലോനിക്കയിൽ ചെന്ന് ഇത് പ്രസംഗിക്കുവാനായി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് പൗലോസിനെ അത് പുറത്താക്കി. പിന്നെ ഫിലിപ്പിയിൽ ചെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. അവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അത് മാത്രമല്ല, അത് എഫെസോസിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ആ പട്ടണം മുഴുവനും അതെ ഇളകി പൗലോസിനെതിരെ വരുന്നതായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും പൗലോസ് പറയുകയാണ്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പൗലോസ് പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I am not ashamed of the gospel because it is the power of God unto salvation. Praise the Lord. ദൈവത്തിന്റെ വചനം, അതായത് സുവിശേഷം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് പൗലോസ് പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് പൗലോസ് ടേസ്റ്റ് ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിനെ വേണ്ടവണ്ണം കണ്ടപ്പോഴാണ്. ഹല്ലേലൂയ. ഈ യേശുവിനെ വേണ്ടവണ്ണം കണ്ടു കഴിഞ്ഞപ്പോൾ കഷ്ടങ്ങൾ സാരമല്ല എന്ന് പൗലോസ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ സാരമല്ല, പ്രതികൂല സാരമല്ല. മൃഗങ്ങളിൽ നിന്നുള്ള പല ആപത്തുണ്ടായി, പ്രകൃതിയിൽ നിന്നുള്ള ആപത്തുണ്ടായി, അത് മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ടു. ഒരു പ്രാവശ്യം പൗലോസിനെ പിടിച്ചുകൊണ്ട് ഒരു താഴ്വരെ കൊണ്ടു നിർത്തിയിട്ട് എല്ലാവരും ആൾക്കാരെ ചുറ്റിനും എന്ന് പറഞ്ഞാൽ അവർ മലമുകളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് കല്ല് വാരി എറിഞ്ഞ് പൗലോസിനെ കല്ലുകൾ അദ്ദേഹത്തിന്റെ നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പൗലോസ് മരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ പൗലോസിനെ പിടിച്ചുകൊണ്ട് പട്ടണത്തിന് വെളിയിലിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ പൗലോസ് അവിടുന്ന് എഴുന്നേറ്റ് പോയി അടുത്ത പട്ടണത്തിൽ യേശുവിനെ പ്രസംഗിച്ചു. അപ്പോൾ അത്രമാത്രം കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും യേശുവിനെ ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ കാരണമായി തീർന്നത് അവൻ യഥാർത്ഥമായി യേശുവിനെ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, "Oh taste and see that the Lord is good." അത് ദൈവത്തെ യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിടിച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. അവനിലേക്കാണ് പൗലോസ് ഇവിടെ പറയുന്ന ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതികൂലവും ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രതികരണം എന്താ? ഹല്ലേലൂയ, എന്തിനായി കഷ്ടം വന്നത്? ഹല്ലേലൂയ,
സോ ദൈവവൈതല്ലേ പുള്ളിക്ക് ഈ കഷ്ടങ്ങളൊക്കെ വരുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. ഇയ്യോബിന്റെ കൂട്ടുകാർ ഇയ്യോബിനെ വിധിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മൾ വിധിക്കും. പ്രൈസലോ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തോട് ചോദിക്കും, എന്താ ഇങ്ങനെ വന്നത്? ഞാനൊരു ദൈവ പൈതലല്ലേ, ഞാനൊരു ദൈവദാസനല്ലേ, എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു? പ്രൈസലോ, ദൈവം തമ്പുരാൻ പറയുകയാണ്, ഈ കഷ്ടത്തെ അതിജീവിക്കുന്ന, ഈ പ്രതികൂലത്തെ അതിജീവിക്കുന്ന ഒരു കൃപ ഞാൻ നിന്നിലേക്ക് പകരുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ഒരു കൃപ. ഹല്ലേലൂയ. In order to encounter the challenges, face the challenges, hallelujah, there is a power that is flowing on you. Praise the Lord. ആ പവറാണ് ദൈവത്തിന്റെ കൃപ. സ്തോത്രം. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാനായി താല്പര്യപ്പെടുന്നത്. പൗലോസ് പറയുകയാണ്, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ദൈവം എനിക്ക് എന്ത് തന്നിരിക്കുന്നു? ഹല്ലേലൂയ, a thorn in the flesh. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ ആധിക്യം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ ആധിക്യം എന്താണ്? പൗലോസ് അപ്പോസ്തലന് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. അതുകൊണ്ട് തെസ്സലോനിക്കർക്ക് എഴുതുന്നത് ഹല്ലേലൂയ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതേ അന്ത്യകാലത്ത് യേശുക്രിസ്തു വരുമ്പോൾ, ഹല്ലേലൂയ, അത് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിക്കുമെന്നുള്ള വലിയ കാഴ്ചപ്പാടും വലിയ വെളിപ്പാടും ആർക്ക് കിട്ടി? സ്തോത്രം, പൗലോസിന് കിട്ടി. അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് വെളിപ്പാടുകൾ കിട്ടിയ ഒരു മനുഷ്യനാണ് ആര്? പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അധർമ്മമൂർത്തി സാത്താൻ എന്ന് വെളിപ്പെടുമെന്നും തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും എന്ത് കിട്ടി? വെളിപ്പാട് കിട്ടി. അപ്പോൾ വെളിപ്പാടുകളുടെ ഒരു വലിയ കൂട്ടം, ഹല്ലേലൂയ, സ്തോത്രം, ആർക്ക് കിട്ടി? പൗലോസിന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ട് ഞാൻ നിഗളിക്കാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമുക്ക് ചെറിയൊരു വെളിപ്പാട് കിട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ലോകമെല്ലാം കീഴടക്കിയതുപോലെ. ഹല്ലേലൂയ. ചിലരുണ്ട് സ്തോത്രം, വെളിപ്പാടുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, അവർ പിന്നെ ആരെ അനുസരിക്കരുത്? ദൈവദാസന്മാരെ അനുസരിക്കരുത്, ദൈവദാസന്മാരെ അനുസരിക്കരുത്, ആരെയും അനുസരിക്കത്തില്ല. കാരണം അവർ പറയുന്നത്, എനിക്ക് ഡയറക്റ്റ് റെവലേഷൻ കിട്ടിയെന്ന. ഹല്ലേലൂയ, ദൈവത്തെ ഞാൻ അനുസരിക്കുന്നത്. ആ ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. കീഴ്പ്പെടുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ്, നമ്മളെ കീഴ്പ്പെടുവാൻ സഹായിക്കുന്ന. ദൈവദാസൻ മുമ്പേ പറഞ്ഞ പോലെ സബ്മിസീവ്നെസ്. ഹല്ലേലൂയ, നമ്മളെ മറ്റൊരുത്തിന് അതോറിറ്റിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യിക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ അറിയോ? എനിക്ക് ആത്മാവ്, സോറി, എന്നിൽ ആത്മാവുണ്ട്, പിന്നെ ഞാൻ ഇതിനെ കീഴ്പ്പെടുന്നത്. ഹല്ലേലൂയ. ചിലർക്ക് ഞാൻ ദൈവദാസനല്ലേ, ഹല്ലേലൂയ, എനിക്കുമുണ്ട് ചില അധികാരങ്ങൾ. ഹല്ലേലൂയ, ഞാനും പറയുന്നത് കേൾക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെച്ച് നോക്കിയാൽ വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇപ്പൊ നിഗളിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ടും അത് ലോകപരമായി നോക്കിയാലും നിഗളിക്കുവാൻ ഒരുപാട് സാധ്യതകളുണ്ട് പൗലോസിന്. അതുകൂടെ ഞാൻ പറഞ്ഞ് ഈ വചന ഭാഗത്തേക്ക് വരികയാണ്. എന്താണ് ലോകപരമായി നോക്കിയാൽ നിഗളിക്കാനുള്ള കാരണം? ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ, വായിക്കില്ല. 3-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രാഹിം, ഹല്ലേലൂയ, താനൊരു ഹീബ്രുവാണ്. അത് മാത്രമല്ല, പിന്നെ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ കാണുന്നു, അവനൊരു റോമ പൗരനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അമേരിക്കൻ പൗരത്വം പോലെ, നിങ്ങളുടെ അമേരിക്കൻ പൗരത്വം പോലെ അമേരിക്കൻ പൗരനാണെങ്കിൽ ലോകത്തിലെ 1-2 രാജ്യങ്ങൾ ഒഴികെ, ഇന്ത്യ, ചൈന, ഇതുപോലെ രാജ്യങ്ങൾ ഒഴികെ മിക്കവാറും എല്ലായിടത്തും വേണേലും എവിടെ വേണേലും പോകാം, വിസയുടെ ആവശ്യം ഇല്ല. എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് റോമ പൗരത്വം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി എവിടെയും സഞ്ചരിക്കാം. അതിനുള്ള ഹല്ലേലൂയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിനുള്ള അതേ പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ റോമ പൗരൻ എന്ന നിലയിൽ എല്ലായിടത്തും പോകാം. അത് മാത്രമല്ല, യഹൂദൻ എന്ന നിലയിൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. മാത്രമല്ല, പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ, യഹൂദ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവൻ, എല്ലാവരാലും ആദരിക്കപ്പെടുന്നവൻ. അതേ മോശയുടെ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവൻ. മാത്രമല്ല, സന്നദ്രീൻ സംഘത്തെ, യഹൂദന്മാരുടെ സുപ്രീം കോർട്ടായിരുന്ന സന്നദ്രീൻ സംഘത്തിലെ അപ്പോസ്തലോസ്, ദൂതവാഹകൻ, അതിനകത്തെ അംഗം. ഈ നിലകളെല്ലാം, ഈ ബഹുമാനങ്ങളെല്ലാം, ഈ ലോകത്തിന്റെ സ്ഥാനങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഐ കൗണ്ട് എവരിതിങ് ആസ് എ വേസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഈ സ്ഥാനമാനങ്ങൾ, എനിക്കുള്ളതെല്ലാം ഞാൻ വേസ്റ്റായി കുപ്പക്കുഴി എന്നോണം എണ്ണുകയാണ്. കാരണം എന്തെന്നറിയാമോ? എനിക്ക് ക്രിസ്തുവാണ് വലുത്. സ്തോത്രം. സ്ഥാനങ്ങൾ അല്ല, എനിക്ക് എന്താണ് വലുത്? ക്രിസ്തുവാണ് വലുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പൊ നിഗളിക്കാതിരിക്കേണ്ടതിന് സ്ഥാനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ആത്മീയ കൂടത്തിൽ കാണുന്നത് കസരയ്ക്ക് വേണ്ടി പിടിവലിയ, ഹല്ലേലൂയ, സ്ഥാനങ്ങൾക്ക് വേണ്ടി പിടിവലിയ, ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു നമ്മുടെ വിഷയമല്ലാതെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിയാൽ പൗലോസിനെ പോലെ ത്യജിക്കാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാം ത്യജിക്കാൻ തയ്യാറാകും. പലതിനോട് നോ പറയാനിടയാകും. എനിക്കത് വേണ്ട, ഹല്ലേലൂയ, മറ്റുള്ളവന്റെ നന്മയ്ക്കായി അത് ഉപകരിക്കട്ടെ എന്ന് പറയും. ഹല്ലേലൂയ. ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയാൻ പഠിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ക്രിസ്തു ആരാകണമെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളം എന്റെ ഉള്ളിൽ കടക്കാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നിഗളിക്കുവാൻ ചാൻസസ് ഏറെയുണ്ട്. തന്റെ വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയപ്പോൾ താൻ നിഗളിച്ചു എന്ന് കാണുന്നു. നിഗളിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വീഴ്ചയും നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് ആരെ ഇവിടെ നിഗളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വീഴ്ച ഉറപ്പാണ്. ലൂസിഫർ നിഗളിച്ചു, അവന്റെ അവസാനം വീഴ്ചയായിരുന്നു. നിഗളത്തിന്റെ അവസാനം വീഴ്ചയാണ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിന് അത് നന്നായി അറിയാം. അതുകൊണ്ട് പറയുക, ഹല്ലേലൂയ, പറയുന്ന ഒരു കാര്യമാ, ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്. സ്തോത്രം. എന്താണ് തന്നിരിക്കുന്നത് അറിയാമോ? ഒരു ശൂലം കർത്താവ് എനിക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. എന്താണ് ആ ശൂലം? പ്രൈസ് ദി ലോർഡ്. പലരും പല വ്യാഖ്യാനങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ചിലർ പറയുന്നു ഈ ശൂലം എന്ന് പറയുന്നത് പൗലോസിന്റെ ശരീരത്തിൽ എന്തോ അസ്വസ്ഥതയുണ്ടായിരുന്നു. ശൂലം എന്ന് പറയുന്നത് പൗലോസിന് തൻ്റെ ശരീരത്തിൽ there is a thorn in my flesh. അപ്പോൾ ആ തോൺ എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിലുള്ള ബലഹീനത. ചിലർ പറയുന്നത് സന്ധിവാതം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ചില വ്യാഖ്യാതകൾ പറയുന്നത് അതല്ല, തനിക്ക് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ചിലർ പറയുന്നത് കാലുകൾക്ക് തേയ്മാനം ഉണ്ടായിരുന്നു, മുട്ടുകൾക്ക് തേയ്മാനം ഉണ്ടായിരുന്നു, ശരിക്കായിട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ പലവട്ടം പത്രോസ് എന്തായിരുന്നാലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുകയാണ്, എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുറവുകളോടുകൂടിയാണ് ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെ, പക്ഷെ ആ കുറവിനെ അതിജീവിക്കുന്ന ഒന്നുണ്ട്, അതാണ് എൻ്റെ കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ദൈവത്തിന്റെ കൃപ? ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ബലഹീനനായിരിക്കുന്ന എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ കൃപ. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഐ ആം സോ വീക്ക്, ഐ കാൻ ഡു എനിത്തിങ്. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം തമ്പുരാന്റെ ശക്തി എന്റെ മേൽ ആവഹിക്കുമ്പോൾ, എന്റെ മൺകൂടാരത്തിലേക്ക് തന്റെ ശക്തിയെ പകരുമ്പോൾ എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയുന്നു. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശ വിക്കനായിരുന്നു. മോശയുടെ വിക്ക് വേണമെങ്കിൽ ദൈവത്തിന് മാറ്റാമായിരുന്നു. എന്നാൽ വിക്കനായിരിക്കുന്ന മോശയെ പോലും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? അവന്റെ പേരിൽ ഈ സാമർത്ഥ്യം, ബലം വ്യാപരിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഡയബറ്റീസുകാരനായിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു ഡയബറ്റീസുകാരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ഡയബറ്റീസുകാരൻ സുഖമാകും. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് അസുഖം ചിലപ്പോൾ മാറിയില്ലെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇവന്റെ ഡയബറ്റീസിനെ അതിജീവിക്കുവാൻ ഒരു ദൈവകൃപ അവന്റെ മേൽ പകർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പലവട്ടം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ രോഗിയായിരിക്കുന്നു, ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ രോഗത്തെ അതിജീവിക്കുന്ന ഒരു കൃപയുണ്ട്, നിന്റെ മേൽ ഞാൻ പകരുന്നുണ്ട്. കാലുകൾക്ക് ബലമില്ലായിരിക്കാം, ഹല്ലേലൂയ, സ്തോത്രം, ശരീരത്തിന് ബലമില്ലായിരിക്കാം, എന്നാൽ ആ ശരീരത്തെ അതിജീവിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ ഞാൻ പകരുന്നുണ്ട്. ആ ശക്തിയാൽ നിന്റെ ബലഹീനതയെ നീ ഓവർകം ചെയ്യും. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, എന്നെ കുത്താൻ, ഹല്ലേലൂയ, ഇത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോഴും എന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും പറയാറില്ലേ, സ്തോത്രം, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ചിലർ പറയാറുണ്ട്, കേരളത്തിൽ, എനിക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ല, കേരളത്തിൽ വീട്ടിൽ ചെന്ന് എപ്പോഴും ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവ് പറയും, ഭാര്യ പറയും, ഭർത്താവ് പറയും, എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കെതിരെ ആരെങ്കിലും കാണും, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാര വെക്കുന്ന ആരെങ്കിലും അവിടെ കാണും. അല്ലെങ്കിൽ നമുക്കെതിരെ കംപ്ലൈന്റ് പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അവിടെ കാണും. നമ്മളെപ്പോഴും ഇങ്ങനെ കുത്തി അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പഴയ നിയമത്തെ നോക്കിയാൽ, അതേ, സ്തോത്രം, ഹന്ന വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കാൻ ഒരാളോടുണ്ടായിരുന്നു. പെന്ന ഈ കുത്താൻ ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഹന്ന എപ്പോഴും പോയി പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്തോത്രം, ഈ കുത്തുവാക്കുകളെ അതിജീവിക്കുവാൻ, ഹല്ലേലൂയ, നമ്മളിലേക്ക് പകരുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെതിരെ പ്രതികരിക്കുവാനല്ല,
അതിനെ അതിജീവിക്കുവാൻ. ഹല്ലേലൂയ. ആരെങ്കിലും നമുക്കെതിരെ വല്ലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ, ആരെങ്കിലും നമുക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, ഹല്ലേലൂയ, നേരെ തിരിഞ്ഞ് വിരൽ ചൂണ്ടുവാനല്ല, അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അസഹ്യമായി ചെയ്തു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ കേരളത്തിലുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? കർത്താവേ, അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ പല ട്രാൻസ്പോർട്ട് ബസ്സും അവൻ്റെ വണ്ടേക്ക് ഇറങ്ങി എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കണേ. അല്ലെങ്കിൽ കർത്താവെ, നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നമ്മൾ പറയും, കർത്താവെ പോയിട്ട് പറയും, അവനോട് നീ ചോദിക്കണമേ, നീ അവനോട് ചോദിക്കണമേ. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രതികാരം. അവനോട് നമുക്ക് കഴിവില്ല ചോദിക്കാൻ, അതുകൊണ്ട് നീ അങ്ങ് ചോദിച്ചേരെ. എനിക്ക് കഴിവില്ല ചോദിക്കാൻ, അതുകൊണ്ട് നീ അങ്ങ് ചോദിച്ചേരെ. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവെ അവനൊന്ന് മാനസാന്തരപ്പെടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കാനായിരുന്നെങ്കിൽ കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് എപ്പോഴേ ചോദിച്ചേനെ. തന്നെ കളിയാക്കി, ഉപദ്രവിച്ചു, നിന്ദിച്ചു, ഹല്ലേലൂയ, തന്നെ പരിഹസിച്ചു, തച്ചന്റെ മകൻ എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. കർത്താവിന് അറിയാമാ ഞാൻ തച്ചന്റെ മകൻ തന്നെയാണ്. കാരണം പ്രപഞ്ചം എന്ന മഹാസൗധം വയുത്തുയർത്തിയ വലിയ തച്ചന്റെ മകനാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവനെ പരിഹസിച്ചു, അവനെ നിന്ദിച്ചു. ഹല്ലേലൂയ. എന്നിട്ടും അവൻ ഒരു വാക്കും മറുത്തു പറഞ്ഞില്ല. അവൻ പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കാരണം എന്തെന്നറിയാമോ? അവന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കുക, സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന, ഹല്ലേലൂയ, അതേ നമ്മളെ അസഹ്യപ്പെടുത്തുന്ന മണ്ഡലങ്ങളെ അതിജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ട്. ആ ദൈവത്തിന്റെ ശക്തിയാണ് ബലഹീനനായിരിക്കുന്ന, ഒന്നിനെ കഴിവില്ലാതെ ഇരിക്കുന്ന എന്റെ മേലും നിന്റെ മേലും വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികൂലം മാറിപ്പോകുവാനല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഈ പ്രതികൂലത്തെ അതിജീവിക്കുന്ന ഒരു ശക്തി എന്നിലേക്ക് നീ പകരണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഓഫീസിൽ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ അസഹ്യപ്പെടുത്തുന്നവരെ നമ്മൾ കാണുമ്പോൾ, കർത്താവേ, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു ശക്തി എന്റെ മേലിൽ പകരണമേ. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മൾ. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മുള്ളേ പോയി നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കൈ നോവും. കാരണം എന്താണെന്നറിയോ? സ്തോത്രം. നമ്മുടെ കൈ ഭയങ്കര സോഫ്റ്റാണ്. കൊണ്ട് കയറുമ്പോൾ നമ്മൾ എന്ത് വരും? നമ്മുടെ പ്രതികരണം എന്താ? വാട്ട്സ് അവർ റെസ്പോൺസ്? അയ്യോ എന്ന് നോക്കും അല്ലേ? അയ്യോ എന്ന് നോക്കും. പ്രൈസ് ദി ലോർഡ്. അയ്യോ എന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. നമ്മൾ പെട്ടെന്ന് അയ്യോ എന്ന് നോക്കും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കൈ സോഫ്റ്റാണ്. അത് കൈക്ക് നല്ല തഴം കൊണ്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഈ മുള്ളു കയറിയാൽ പുളി എടുത്തില്ല. കാരണം പുളി അയ്യോ നോക്കത്തില്ല. കാരണം കയറിയാൽ അറിയത്തില്ല. മനസ്സിലായി? ബലഹീനമായിരിക്കുന്ന എൻ്റെ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയും. കാരണം എൻ്റെ കൈയെ ബലഹീനം എന്ന് പറഞ്ഞ പോലെയാണ്. പ്രശ്നങ്ങൾ വരും, പ്രതികൂലം വരും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ബലഹീനരായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു പറയാതിരിക്കണമെങ്കിൽ ഈ ശക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച, പൗലോസിന്റെ മേൽ വ്യാപരിച്ച, ഹല്ലേലൂയ, ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമുക്കെതിരെ സംസാരിക്കുന്നവരെ, ഹല്ലേലൂയ, നമ്മൾ പിന്നെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോകില്ല. നമ്മൾ മൈൻഡ് ചെയ്തില്ല. കാരണം അതിനെ അതിജീവിക്കുന്ന ശക്തി എൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ലോകത്തിലുള്ളവന്റെ മേലില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ളവ ഹല്ലേലൂയ വ്യക്തിയുടെ കയ്യിൽ മേലില്ല. ലോക മതങ്ങളിൽ ഇത് കാണാൻ കഴിയത്തില്ല. സ്തോത്രം. You don't find that in Zoroastrianism. You don't find that in Islam. You don't find that in Hinduism. But in the center of the biblical preserve, you find it. Hallelujah. കർത്താവ് പറയുന്നു, ഈ ശക്തിയാണ് നിന്റെ മേൽ ഞാൻ പകരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എന്താണ് ഈ ദൈവത്തിന്റെ കൃപ? ഈ ഇതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, റോസപ്പൂവിൻ്റെ മണം അല്ലെങ്കിൽ റോസപ്പൂവിൻ്റെ ആ മനോഹരിത നമുക്കെല്ലാവർക്കും ഇഷ്ടം. യു ഓൾ ലൈക്ക് ഇറ്റ്. റോസപ്പൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാമോ? ഭയങ്കര അട്രാക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ പൂവിൻ്റെ ലോകപരമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ അട്രാക്ഷനെയാണ് യഥാർത്ഥമായി അതിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ പൂവിന് എന്ത് അട്രാക്ഷൻ ഉണ്ടോ അതിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഒരു വ്യക്തിത്വത്തിൻ്റെ ആകർഷണീയ അല്ലെങ്കിൽ അട്രാക്ഷനാണ് ആ വ്യക്തിയുടെ കൃപ എന്ന് പല വ്യാഖ്യാനങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ഇപ്പം റോസപ്പൂവിന് മുള്ളുണ്ടെങ്കിലും നമ്മളെ ആ റോസപ്പൂവിലേക്ക് അടുപ്പിക്കുന്നത് ആ റോസപ്പൂവിൻ്റെ മനോഹാരിതയാണ് അല്ലെങ്കിൽ മനോഹരത്വമാണ്. എത്ര മുള്ളുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകും. കാരണം എന്താണെന്നറിയാമോ? ആ മുള്ളിനകത്ത് മനോഹരമായ ഒരു പുഷ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ, സ്തോത്രം, നമുക്ക് യാതൊരു ഗുണവും, ഹല്ലേലൂയ, നമുക്ക് യാതൊന്നും ഇല്ലായിരുന്നു.
ദൈവത്തിന്റെ വചനം പറയുന്നു, അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നു നമ്മൾ, യാതൊരു പ്രയോജനവും ഇല്ലാത്തവരായിരുന്നു നമ്മൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കാൻ പോലും ഒരു ഉപകാരവും ഇല്ലാത്തവരായിരുന്നു നമ്മൾ. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഹല്ലേലൂയ, അവൻ നമ്മളെ അതിക്രമത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് ഈ കൃപ നമ്മളിലേക്ക് പകർന്നു തന്നു. ഇതുവരെ യാതൊരു മനോഹരതയും ഇല്ലാത്ത, ഇതുവരെയും ഒരു അട്രാക്ഷനും ഇല്ലായിരുന്ന ഞാൻ ഇപ്പോൾ അട്രാക്ഷൻ ഉള്ളവനായി മാറി. കാരണം എന്താണെന്നറിയാമോ? എന്നിലൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ജോലി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഞാൻ തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്, അവിടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. ചെയ്യാൻ അത് എനിക്ക് സാധ്യമല്ലാത്ത, എനിക്ക് ചെയ്യാൻ കഴിയാത്ത, എനിക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള എല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിയും. കാരണം എന്തെന്നറിയാമോ? എന്നിലേക്ക് വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, I can do all things Christ who strengthens me. ഇന്ന് പകൽക്കാലം ഓർക്കുക, എന്നിലേക്ക് വ്യാപരിക്കുന്ന ഒരു കൃപ നിമിത്തം എന്റെ മുമ്പിൽ അസാധ്യമായ ചില മേഖലകളുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ എനിക്ക് കഴിയും. കാരണം എന്നിൽ വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ഹല്ലേലൂയ, അതാണ്. Praise the Lord. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ സെൻട്രൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം ഞാനിങ്ങനെ ദിവസം പ്രാർത്ഥിച്ച്, കർത്താവേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോകണമല്ലോ, കാരണം അതിനകത്തെ ഒരു സെക്കൻഡ് ഒരു ദിവസം പോലൊക്കെയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ 3 പേരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുക. പ്രാർത്ഥിച്ച്, കർത്താവെ എങ്ങനെയെങ്കിലും ഇന്നത് പുറത്ത് പോകണം. അപ്പോൾ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, അത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കോർട്ട് അവധിയാണ്, പിറ്റേ ദിവസം സൺഡേ വെളിയിൽ പോകാൻ പറ്റത്തില്ല. കാരണം എന്നോട് ഇനി മൺഡേ നോക്കിയാൽ മതി, നിങ്ങളുടെ പേര് മൺഡേയിലേക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് ഭയങ്കര അസാധ്യമാണ്. കാരണം ഇന്ന് പോകാൻ യാതൊരു നിർവാഹവുമില്ല, എന്നാൽ നിന്നാൽ കഴിയാത്ത യാതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 3 പേരും ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം ഇത് പ്രാർത്ഥിച്ചു. ദൈവം ഹല്ലേലൂയ ഒരു പാട്ട് അന്നേരം എൻ്റെ നാവിൽ തരുന്നു. അതായിരുന്നു ഹല്ലേലൂയ, 4 നാളായാലും നാറ്റം ഭവിച്ചാലും കല്ലറിയുടെ വാതിക്കൽ കർത്താവ് വരും. കർത്താവ് വന്നു കഴിഞ്ഞാൽ നാറ്റം പിടിച്ച ലാസറും പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതങ്ങോട്ട് പാടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയത്തില്ല, വലിയൊരു സമാധാനം ഉള്ളിൽ വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. വലിയൊരു സമാധാനം. അല്ല, അപ്പോൾ നമ്മുടെ അസാധ്യമായ മേഖലകളെ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭാരത്തിലേക്ക് പോകും. കൃപ അങ്ങോട്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മളിലെ ശക്തി നമ്മളിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞ ഒരു 3 മണിയായപ്പോൾ, അന്ന് സെക്രട്ടറി ഒരു 3 മണിയായപ്പോൾ ഒരു സഹോദരൻ ഞങ്ങളെ കൂടെ കിടന്ന് അവിടെ സെല്ലിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ റിലീസ് ഓർഡർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, എന്താണെന്ന് പറയുമ്പോൾ സെക്കൻഡ് സാറ്റർഡേ ദൈവത്തിനൊരു ഹിൻഡ്രൻസ് അല്ല. സെക്കൻഡ് സാറ്റർഡേ is not at all a hindrance, an obstacle for God. Night also is not an obstacle. Sunday is not also an obstacle for God. ദൈവത്തിന് അതേ സാറ്റർഡേ എന്നോ സൺഡേ എന്നോ മൺഡേ എന്നോ ഇല്ല, ഏത് സമയത്തും എവിടെയും പ്രവർത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ നമ്മൾ നോക്കി ഭാരപ്പെട്ടിരിക്കുവാനല്ല ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഹല്ലേലൂയ കുത്തിക്കൊണ്ട് നോവിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ ഭാരപ്പെട്ടിരിക്കുവാനല്ല ദൈവം ഹല്ലേലൂയ അതേ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ ഓവർകം ചെയ്യും? ഈ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, എന്ത് പ്രശ്നമായിരുന്നാലും, അത് ഓഫീസിലായിരിക്കട്ടെ, അത് ഭവനത്തിന്റെ ഉള്ളിലായിരിക്കട്ടെ, ആരോടും പറയാൻ പറ്റാത്ത വിഷയമായിരിക്കട്ടെ, ഹല്ലേലൂയ, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി നമ്മളെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അത് എന്ത് വെല്ലുവിളികളുമായിരിക്കട്ടെ, എന്ത് ചലഞ്ചസുമായിരിക്കട്ടെ, അതിനെല്ലാം ഓവർകം ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ നമ്മുടെ കൃപ നമ്മുടെ മേൽ ചൊരിയും. അതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് അതുകൊണ്ടാണ് തന്റെ കഷ്ടപ്പാടുകളെ താൻ അതിജീവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. തന്നെ എറിഞ്ഞ് മുറിവേറ്റ്, ശരീരം മുഴുവനും മുറിവേറ്റിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അതിനകത്ത് ഹല്ലേലൂയ അവൻ അതിനെ കാണുന്നത് ഈ ദൈവകൃപയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവകൃപ സ്തേഫാനോസിന്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ സ്തേഫാനോസും കണ്ടത് എന്താണെന്നറിയാമോ? ആ കല്ല് എറിയുന്നതല്ല കണ്ടത്, തന്നെ ഉപദ്രവിക്കുന്നതല്ല കണ്ടത്, ഹല്ലേലൂയ മഹത്വത്തിൽ നിൽക്കുന്ന കർത്താവിനെ കണ്ടത്.
Praise the Lord. Hallelujah. അവനും പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണം. നോക്കുക, ദൈവകൃപയാൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതലിന് ഇങ്ങനെ ഒരു പ്രതികരണത്തിൽ എത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പകൽക്കാലം വിളിച്ചു പറയട്ടെ, ദൈവകൃപയാൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടങ്ങ് മാറുകയാണ്, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകുകയാണ്, നമ്മുടെ ചുറ്റുപാടിന് മാറ്റമുണ്ടാകുകയാണ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് മാറ്റമുണ്ടാകുകയാണ്, നമ്മൾ തന്നെ ആകെ അങ്ങ് മാറും. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയുള്ളവന് മാത്രമേ ഇന്നത്തെ ഈ ദുഷ്ടലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇത് പകൽക്കാലം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിന്റെ അത്യന്തമായ കൃപ എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോകരുത്, അവർ ഈ ലോകത്തിന്റെ ഈ കൾച്ചറിന്റെ പിടിയിൽ പെട്ടുപോകരുത്, ഈ കൾച്ചറിന്റെ അകത്ത് അവർ അകന്നു പോകരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഭയത്തോടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇങ്ങനെയും പ്രാർത്ഥിക്കണം, കർത്താവേ ഈ കൾച്ചറിനെ അതിജീവിക്കുന്നതാണ് നിന്റെ ശക്തി, ഈ കൾച്ചറിനെ അതിജീവിക്കുന്നതാണ് നിന്റെ കൃപ, അത് എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. അവർ നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ അവരെ പഠിപ്പിക്കണമേ. നിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ അപ്പാ നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ മൺകൂടാരങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അങ്ങോട്ട് വ്യാപരിക്കട്ടെ. നമ്മുടെ ബലഹീന ശരീരത്തെ, നമ്മുടെ രോഗത്തെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കട്ടെ. നിർജീവമായതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഇത് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ നമ്മളല്ല, എല്ലാവരും പഠിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം ആ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. പൗലോസ് പറയാ, ഈ അത്യന്തമായ കൃപ ഹല്ലേലൂയ എന്റെ മേൽ പെരുകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ കൃപയിലായിരിക്കണം നമ്മൾ. Praise the Lord. Oh hallelujah, let that grace be on us. Let us be in that grace. Hallelujah. Let's immerse ourselves into that grace. Hallelujah. That power. Praise the Lord. ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ബലഹീനതയെല്ലാം മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതയെല്ലാം മാറി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവശക്തിയാൽ നിറയപ്പെടുന്നത്. പൗലോസ് പറയുകയാണ്, വെളിപ്പാട് ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ബലഹീനത, ആ ബലഹീനതയിൽ ഹല്ലേലൂയ, ആ ബലഹീനതയെക്കാട്ടിൽ അതിജീവിക്കുന്ന ഒരു ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആ കൃപയാൽ നിറയപ്പെടുവാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളും ലോകത്തിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അത് ഈ കൃപയാൽ നിറയപ്പെട്ടവനാണ് നമ്മൾ. ഹല്ലേലൂയ. സ്തോത്രം. നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ അത് പഠിച്ചവരാണ് നമ്മൾ. കാരണം എന്താണെന്നറിയാമോ? ഈ കൃപയിൽ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സ് പറയുക, ഈ കൃപ എൻ്റെ മേൽ വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു വാക്യമുണ്ട്. ഒരു വാക്യം ഒന്ന് വായിക്കും. പഴയ നിയമത്തിൽ ഈ കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 7-8 വാക്യം. അതോട് വായിച്ച് പെട്ടെന്ന്. സ്തോത്രം. നിങ്ങൾ, അത് ഇസ്രായേൽ ജനത്തോട് നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സകല ജാതികളെക്കാട്ടിലും പെരുപ്പം ഉള്ളത് കൊണ്ടല്ല, യഹോവ നിങ്ങൾക്ക് യാതൊരു ഗുണവും നിങ്ങൾക്ക് യാതൊരു വിശേഷവും ഉണ്ടായിരുന്നത് കൊണ്ടല്ല ദൈവം തമ്പുരാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. പിന്നെ സ്തോത്രം. ദൈവം തമ്പുരാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുവാനുണ്ടായ ഒരു കാരണമാണ് ദൈവം തമ്പുരാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ കൃപ, സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹത്തെ അധിഷ്ഠിതമാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുവന്റെ മേൽ ദൈവം കൃപ പകരുന്നത് അവന്റെ കുടുംബ പശ്ചാത്തലം നോക്കിക്കൊണ്ടല്ല, അവന്റെ മഹിമ നോക്കിക്കൊണ്ടല്ല, അവന്റെ സ്ഥാനമാനം നോക്കിക്കൊണ്ടല്ല. പുള്ളി വലിയ പാസ്റ്ററാണ് അതുകൊണ്ടല്ല ഈ കൃപ പകരുന്നത്, അല്ല പുള്ളി വലിയ അപ്പോസ്തലനാണ് അതുകൊണ്ടല്ല ഈ കൃപ പകരുന്നത്, അവൻ വലിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല. സ്തോത്രം. ദൈവം തമ്പുരാൻ കൃപ പകരുന്നത്, ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവം നിന്റെ മേൽ കൃപ പകരുന്നത്, നിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ശക്തി നിന്റെ മേൽ പകരുന്നത്, ഹല്ലേലൂയ, കുടുംബ മഹിമ നോക്കിക്കൊണ്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, അവൻ നിന്നെ സ്നേഹിച്ചു
ജീവിക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം നിന്നെ അറിയുന്നത് കൊണ്ടും തന്നെ നിന്റെ മേൽ തന്റെ ശക്തി അവൻ പകരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവം തമ്പുരാൻ ഈ കൃപയാൽ ചിലരെ നിറയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഈ കൃപയാൽ നമ്മളെ നിറയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓ റിമനഗടക ശബ്ദനാദിമനഗടകൾ കാരവ. ഓ പൗലോസ് പറയുന്നു എന്റെ ബലഹീനതയെ തികയുന്നതാണ് ഈ കൃപ. ഹല്ലേലൂയ. എന്റെ ബലഹീനതയെ അതിജീവിക്കുന്നതാണ് ഈ കൃപ. ഓ ഹല്ലേലൂയ. ഈ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ, നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ. അത് വെളിയിൽ പ്രകടമാകട്ടെ. ഇന്ന് പകൽക്കാലം സ്തോത്രം മൺകൂടാരത്തിൽ നമ്മുടെ അസഹ്യപ്പെടുത്തുന്ന അത് രോഗമായിരിക്കട്ടെ, ആ രോഗത്തെ അതിജീവിക്കുന്ന ഈ ദൈവത്തിന്റെ കൃപ അത് സ്തോത്രം മറ്റുള്ള പോരുകളായിരിക്കട്ടെ, ഹല്ലേലൂയ നമ്മളെ അസഹ്യപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ വാക്കുകളായിരിക്കട്ടെ, നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരുടെ ചിന്താഗതികളായിരിക്കട്ടെ, ഇന്ന് പകൽക്കാലം അതിനെ അതിജീവിക്കുന്ന ഈ ദൈവത്തിന്റെ കൃപ നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിച്ചു കഴിയുമ്പോ, ഹല്ലേലൂയ മൺകൂടാരത്തിൽ വ്യാപരിച്ചു കഴിയുമ്പോ ഇതിനെയൊക്കെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അതേ പഴയ ദൈവത്തിലെ ദൈവദാസന്മാർക്ക് പറയുന്നത് പോലെ അവനാൽ ഞാൻ മതിൽ ചാടിക്കടക്കവെന്ന ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ ഈ കൃപ നമ്മുടെ മേൽ പകരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കാമോ? കർത്താവ് പറയുന്നു നിന്റെ മേൽ എന്റെ കൃപ പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവന്റെ ശക്തിയാൽ ഒന്ന് നിറയപ്പെടാം. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ശക്തിയാൽ ഒന്ന് നിറയപ്പെടാം. ഓരി ബല ബൗഡ ശബ്ദലാല ബല 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 ഓരി ബല ബല ബൗഡ റീബൽ ഖറാരിയ ബല ഉടല ബല 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 ബൗഡ ശബ്ദലാല ബല ബല ഹല്ലേലൂയ ഉടവാരി ബല 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 ശബ്ദലാല ബല ബല ഉടവാരി ബല 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവേ എന്റെ ശരീരത്തിൽ ഈ കൃപ കൊണ്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകുവാൻ. എന്റെ നിന്റെ കൃപ, ഓ അത്യന്തമായ കൃപ എന്റെ മേൽ ഹല്ലേലൂയ ആവസിച്ചുകൊണ്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകുവാൻ. ഹല്ലേലൂയ. എന്റെ ഓഫീസ് തലത്തിൽ എന്നെ വേദനിപ്പിക്കുന്നവരുണ്ട്. എന്റെ ഭവനത്തിൽ ഞാൻ വെളിയിലിറങ്ങുമ്പോൾ എന്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഞാൻ പലപ്പോഴും അപമാനിക്കപ്പെടുന്നുണ്ട്. കർത്താവേ എനിക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വിഷയത്തിന്റെ മുഖത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കർത്താവേ നിന്റെ കൃപ എന്റെ മേലൊന്ന് പകരണമേ. നിന്റെ കൃപ എന്റെ മേലൊന്ന് പകരണമേ. നിന്റെ ശക്തിയുടെ ആ വലിയ ഹല്ലേലൂയ സ്രോതസ്സ് എന്റെ മേലൊന്ന് അടിച്ചു വിടണമേ. എന്റെ ശരീരത്തിൽ അതൊന്ന് വ്യാപരിക്കട്ടെ. ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ. In the name of Jesus, in the name of Jesus, Lord, you release the power of God. Hallelujah, hallelujah.